ടോക്കീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ശരിക്കും ഓഫാണ്. എന്നിട്ട് കറങ്ങാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അതിരപ്പള്ളിയിലാണ്. ഇനി പോണം, ഫുഡ് കഴിക്കണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ കാണിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ എടുത്തു തീർക്കാൻ പറ്റുമെന്ന് അറിഞ്ഞോണ്ട് എന്തായാലും നമുക്ക് കാണാം. കേക്ക് മുറിക്കാൻ പോവാണ്. സൗണ്ടില്ല, ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കുന്നത് പൊട്ടാവേലി. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. ഞാനും പിന്നെ അടപ്പ് നമ്മള് അതിരപ്പള്ളിയല്ലടാ, ഇവിടെ നമ്മൾ ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇതിപ്പോ സെക്കൻഡ് ടൈമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കുന്നത്. ഇവിടെ സെൽഫ് സർവീസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഇതിനാണ് പോയി എല്ലാം എടുത്തിട്ടൊക്കെ വന്നത്. ഇത് ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഗീ പൊടി ദോശ. പിന്നെ ഇത് അതിൻ്റെ തന്നെ തട്ടിഡലി വരും. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒരു ബദാമിൽക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇടാ വിഷമിച്ചിരിക്കുന്ന നീ കഴിച്ചോ. ജിബിൻ ഇഡലി ഫാനാണ്. അതുകൊണ്ട് അവൻ ഇഡലി മേടിച്ചത്. എനിക്ക് രണ്ടും ഇഷ്ടം. ഞാൻ രണ്ടും കഴിക്കും. എങ്ങനെയുണ്ട്? നമ്മൾ അന്നൊരു ദിവസം ഇവിടെ ഒന്നും കഴിച്ചില്ലായിരുന്നോ? അന്നത്തെ ടേസ്റ്റ് തന്നെയാണോ? കുറച്ച് നേരം ഞാൻ മേടിച്ച് വെച്ചപ്പോൾ ചൂട് പോയതുകൊണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ എയറൊക്കെ ചെക്ക് ചെയ്ത് പെട്രോളൊക്കെ നിറച്ചു നമ്മൾ പോവാൻ പോവുകയാണ്. എന്ത് രസമല്ലേ രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷെ വഴി എത്ര പോലെ റോഡ് ഫുൾ ഈ ഒരു സംഭവം കണ്ടോ? ഇത് കാണുമ്പോ എനിക്കും മാളുവിനൊക്കെ കുറെ ഒരു കഥ പറയാനുണ്ട്. ഞങ്ങൾ പണ്ട് കൊച്ചായിരിക്കുന്ന ടൈമില് എപ്പോഴും മമ്മിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇവർ അയിരൂല് താമസിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് തൂമ്പിൽ പോയി കുളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, തൂമ്പെന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ എന്തോ സംഭവം എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു 6-7 വർഷം മുന്നേ നമുക്ക് ഞങ്ങള് അയിരൂല് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തൂമ്പിൽ പോയി കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 ജോഡി ഡ്രസ്സൊക്കെ ആയിട്ടായിരുന്നു പോയത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മലയിൽ നിന്ന് ഒരു പൈപ്പിൽ കൂടെ ഒരിച്ച് വെള്ളം വന്ന് വീഴുന്നതാണ് ഒരു തൂമ്പെന്ന് പറയുന്നതെന്ന് വെച്ചാൽ. ഞങ്ങൾ ഡൈവ് ചെയ്ത് കുളിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയതാ. പക്ഷെ പ്ലാൻ ഫ്ലോപ്പായി. പിന്നെ അവിടെ നിന്ന് കയ്യും കാലൊക്കെ നനച്ചിട്ട് വന്ന്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതായിരുന്നു ഓർമ്മ വന്നത്. മെയിനായിട്ട് ഞാനിവിടെ പോകണമെന്ന് പറയുന്നത് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത് ഭയങ്കര രസമാണ്. ഇതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മെയിൻ എൻട്രൻസിലൂടെ പോയി ടിക്കറ്റൊക്കെ എടുക്കണം. ഒരാൾക്ക് 60 രൂപ വെച്ചാണ് അയക്കുന്നത് എൻട്രൻസിലോട്ട്. ഹേയ്, അങ്ങോട്ട് വന്ന ആവേശം ഇങ്ങോട്ട് വരുമ്പോഴും കാണൂ. ഉറപ്പാണ്? തീയായിരിക്കോ? ഫുൾ ഓൺ ഫുൾ പവറാണ്. ഓക്കെ,
ഇവിടെ പോയാലും ബാത്റൂമേ ശരണം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കാമുകൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ആ മോൻ ഇതാണ്. ഇത്തിരി ഇടങ്ങോട്ട് കേട്ടില്ല. ഒരു ഫ്രെയിമിൽ തന്നെ 2 പേരും. പെട്ടുപോയിരിക്കും. നീ ഇവിടെ വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ നമ്മൾ ഇവിടെ നിന്നല്ലായിരുന്നു, ശരിക്കും താഴെ പോയിന്നായിരുന്നു കണ്ടത്. അപ്പൊ ഈ പ്രാവശ്യം മഴ കൂടുതൽ കാരണം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് വരുന്നവര് ഈ ഭാഗം മാത്രം കാണാൻ റെഡി ആണെങ്കിൽ വന്നാൽ മതി. താഴെ നിന്നുള്ള വ്യൂ നമുക്ക് എന്തായാലും കയറ്റി വിടത്തില്ല, അവിടെ ഫുൾ ക്ലോസ് ചെയ്തേക്കാം. ഇത്രയും ഉണ്ടായിട്ട് തന്നെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വന്ന ദിവസം വളരെ വൃത്തികെട്ട ദിവസം തന്നെയായിരുന്നു. മഴയെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഉടുത്തിട്ട വെയില്. പക്ഷെ മഴ കാരണം ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, ഈ വെള്ളച്ചാട്ടം വീഴുന്ന ഭാഗം അവിടെ ക്ലോസ് ചെയ്തിട്ടേക്ക് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ അവിടെ പോയി നിന്നിട്ടാണ് കാണാറ്. അപ്പം ഇതിപ്പോൾ മേളിൽ നിന്നേ കാണാൻ പറ്റുന്നുള്ളൂ, അങ്ങോട്ട് ഇറക്കി വരുന്നില്ല. അപ്പോൾ നോക്കി വരിക, അത് കാണാൻ പറ്റത്തില്ല. വരുന്നവർക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും സേഫ്റ്റിയൊക്കെ നോക്കണം. ഈ കെട്ടി വെച്ചേക്കുന്ന റോപ്പ് കിടന്നൊന്നും പോകാൻ നിൽക്കരുത്. എന്താണ് ആവേശമൊക്കെ കഴിഞ്ഞ് കുളങ്ങര കയറുന്നല്ല, അത്ര സിമ്പിൾ ഇല്ലായിരുന്നു. അടപ്പളക്കി പോട്ടെ പോട്ടെ. അയ്യടാ, വിചാരിക്കുന്നതൊക്കെ എല്ലാവരും തിരിച്ച് കയറുന്നത്. ഇറങ്ങുമ്പോൾ നല്ല സുഖം, ചടിച്ചാടിയങ്ങ് പോവാം. പണങ്ങിക്കുന്ന എന്ത് എന്തോ വേണ്ട എനിക്ക് പറ. ഇത് നോക്കി പറഞ്ഞ ഇപ്പൊ ഞാൻ മേടിച്ചു തരും. പറ എന്തോ വേണ്ടേ? അവന് അവിടുത്തെ കാറ് വേണം. പിന്നെന്താ വേണ്ടേ? മഞ്ഞ ഗ്ലാസ്. പിന്നെ വേറെന്താണ്ട് കൂടെ പറഞ്ഞായിരുന്നല്ലേ? സ്പൈഡർമാൻ. എൻ്റെ 27 വയസ്സുള്ള കുഞ്ഞുവാവയാണ്. അല്ല 27 എത്ര വയസ്സുള്ള? എനിക്ക് 25 വയസ്സുള്ള കുഞ്ഞുവാവയാണ്. കുഞ്ഞുവാവയ്ക്ക് സ്പൈഡർമാൻ വേണം, കാറ് വേണം, മഞ്ഞ ഗ്ലാസ് വേണം. അങ്ങനത്തെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു. എന്ത് കുഞ്ഞുവാവേ തിരിഞ്ഞിരിക്കുന്ന? എടുക്ക്, വണ്ടി എടു. സ്പൈഡർമാൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചെ. ഹായ്, ആരിത്? ഒരേ ഫ്രെയിമിൽ 2 കുരക്ക്. അയ്യോ എൻ്റെ അമ്മേ. ഇത് നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്നത്. നമ്മൾ സാധാരണ അതിൻ്റെ താഴെ നിന്നല്ലേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിക്ക് ഇതേ സെയിം സ്പോട്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ മരങ്ങളുടെ ഇടയിൽ കൂടെ ചെറിയൊരു അരുവി പോലെ പോകുന്നതാണ്. ഇത് ശരിക്കും അതിരപ്പള്ളി കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇവിടെ തീർക്കാം. അടുത്തത് നമ്മൾ വന്നേക്കുന്നത് തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇവിടെ ജ്യൂസിന്റെ ജ്യൂസ് വേണം. ബിസ്ക്കറ്റ് ഇടിച്ചിടാം.
എന്തൊക്കെ മേടിച്ചു? ഗീ റൈസ്, ഫിഷ് ഫ്രൈ, എന്തൊക്കെ ഫിഷ്? 2 ടൈപ്പ് ഫിഷ്, പെപ്പർ മസാല, പിന്നെ എന്ത് പറ്റി മീൻ തിന്നാനായിട്ട്? സാറിന് മീൻ ഇഷ്ടമല്ലല്ലേ? ചിക്കൻ കുറച്ച് നാളെ അവോയ്ഡ് ചെയ്യുക. ഹെൽത്ത് കോൺഷ്യസ് ആയോ? ചിക്കൻ നല്ലല്ലേ, പ്രോട്ടീൻ അല്ലേ? അപ്പോൾ ഞാൻ മേടിച്ച ചിക്കനെ തൊടല്ലേ കേട്ടോ. ചിക്കനിലെ കാണാൻ തൊടുന്ന കണ്ട ഇതിനൊരു ബില്ല്. നമ്മളത് എന്തൊക്കെയാണ് വെച്ചത്? മലബാർ സ്പൈസി ഗ്രിൽഡ് ഡ്രം സ്റ്റിക്ക്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട്, മേത്തി ചിക്കൻ, അതൊരു കറി ടൈപ്പാണ്. പിന്നെ അതുപോലെ ഗ്രിൽഡ് ഫിഷ് മലബാർ സ്പൈസി, പിന്നെ ഗ്രിൽഡ് ഫിഷ് ഗ്രീൻ പെപ്പർ, ഗീ റൈസ്, ബട്ടർ നാൻ. ഇത്രയൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ജിബിന് കുറേ നാളുണ്ട് ഫിഷ് കഴിക്കണം എന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അങ്ങനെയാണ് ഈ ഫിഷൊക്കെ മേടിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. വളരെ ചെറിയൊരു പരിപാടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ പേര് എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ വരെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കാര്യം പറഞ്ഞു നിർത്തോട്ടേ ഇത്. അപ്പൊ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും